എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്. എല്ലാം കിഴിക്കത്തിന്റെ കിഴിയിലേക്ക് പോവാം. ഇന്നത്തെ മത്സരം എന്താണ്? മുത്തുമണിയ പറയൂ. ഇന്നലെ തെലുങ്ക് പോയി. മുത്തുമണിയൊക്കെ ഈ വീഡിയോ കാണാറുണ്ടാവല്ലേ? പിന്നെ സത്യമായിട്ട് മുത്തുമണി മെസ്സേജ് വായിക്കും. ഇന്ന് ഇതാണ് വേണ്ടത്. ഇന്ന് വിജയ് ആയിക്കോട്ടെ. ഓ, വിജയെ കിട്ടുന്നവർക്ക് വിജയം. വിജയിന്റെ എന്ന് പറഞ്ഞാൽ ഈ കുറെ സിനിമകളൊന്നും പറയാനുണ്ടാവില്ല. ഒറ്റ സിനിമ ഉണ്ടാവില്ല. ആ ഒരൊറ്റ കിഴി കിട്ടിയ ഒറ്റ നുള്ളുന്ന എന്താ ഉറപ്പ്? അത് ഉറപ്പല്ലേ വിജയ്. ഒറ്റ കിഴി ഉണ്ടാവുള്ളൂ. ആ കിഴി കിട്ടുന്ന അതിന്റെ കൂടെ പൊന്തോലും കൂടെ കിട്ടിയാൽ പൊളിച്ച്. അപ്പുറത്തേക്ക് പിന്നെ എന്തുവാ? ടൈല്, ഹെഡ്. ഫസ്റ്റ് വൺ. ആ കാര്യത്തിലൊക്കെ തീരുമാനമായി. ടോസല്ലേ പോയിട്ടുള്ളൂ. മത്സരം പിടി. ഫസ്റ്റ് വൺ പ്രാർത്ഥിച്ചെടുത്താൽ മതി. ഒന്നുമില്ല, പ്രാർത്ഥിച്ച ആരാ അത് പറഞ്ഞിട്ട് മാത്രം മുഖത്തോട്ട് നോക്കിയതാ. ഫസ്റ്റ് വൺ ഡിക്റ്റേറ്റീവ് ഉജ്വലൻ. ശംഭു മഹാദേവൻ അല്ലേ? ശംഭു മഹാദേവൻ. സിജു വിൽസന്റെ. എപ്പോഴും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സിജു വിൽസൺ അല്ല, സിജു വിൽസൺ. സിജു വിൽസന്റെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട് അല്ലേ? സിജു വിൽസനെ പോയിട്ട് സൈജു വിൽസൺ എന്ന് വിളിക്കും. സൈജു കുറുപ്പിനെ പോയിട്ട് സൈജു വിൽസൺ. അങ്ങോട്ട് മാറിപ്പോകും. അവിടെ ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ്. അത് മനസ്സിലായി. എന്തായാലും സിനിമ സംവിധാനം ചെയ്യുന്നത് ആരൊക്കെയാണ്? ഇന്ദ്രനീൽ, ഗോപികൃഷ്ണനും രാഹുൽ ജിയും. രണ്ടുപേരും കൂടിയിട്ടാണ് ഇവരാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. നായകനായി വരുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനാണ്. മിന്നൽ മുരളി യൂണിവേഴ്സിൽ വരുന്ന സിനിമയാണ്. സോഫിയ പോളാണ്. അതെ. അടുത്തത് മരണമാസ്. സിനിമയുടെ റിലീസ് ഡേറ്റ് ഏപ്രിൽ 10 ആയിരിക്കും എന്നുള്ള കേൾക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് കേട്ടോ. നമ്മളിതിൻ്റെ അതായത് ഏപ്രിൽ 10 വരുന്ന റിലീസുകളില്ലേ, അതിൻ്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മരണമാസത്തിൻ്റെ സംഭവം. പക്ഷെ അന്ന് ഏപ്രിൽ 11 എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. 11 12 ആയിരിക്കും. അതായത് 10 ജിംഖാനേൻ്റെ കൂടെ. അതെ, ജിംഖാനയും 10 തന്നെ. ജിംഖാനയും 10 തന്നെയാണ്. അതെ. ഇപ്പോൾ ആലോചിച്ച് നോക്കി, എന്താണ് ഇപ്പൊ ഭയങ്കര ക്ലാഷ് ആയിപ്പോയല്ലോ. ക്ലാഷ് എന്നൊക്കെ പറയാം, എത്ര പടങ്ങളാടാ. എന്തായാലും ബേസിൽ ജോസഫ് നായകനാവുന്ന സിനിമയാണ്. ടൊവിനോ തോമസ് ആണ് ഈ സിനിമ നിർമ്മിക്കുന്നത്. പിന്നെ ആകെ ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ ടൈമാണ്. എത്ര സിനിമ ഇറക്കിയാലും ഫാമിലീസ് പോയി കാണുന്ന ഒരു സമയം കൂടിയാണ്. അടുത്തത് നാനി നെക്സ്റ്റ്. ഓക്കെ, ഇത് ഒരാൾക്ക് ഇവിടെ ഭയങ്കരമായിട്ട് സന്തോഷം നൽകുന്നൊരു ന്യൂസാണ്, പറയാം. കുബേര എന്ന സിനിമയ്ക്ക് ശേഷം ശേഖർ കമുല അടുത്ത സിനിമ ചെയ്യുന്നുണ്ട്. അതിൽ നായകൻ നാനിയായിരിക്കും. നായികയായിട്ട് പരിഗണിക്കുന്നത് സായി പല്ലവിയാണ്. ഒരാളിവിടെ ഹാപ്പി. സത്യം, ഇനി കിഴി നീ എടുത്തോണെങ്കിൽ എപ്പിസോഡായി നീ കൊണ്ടുപോയി, എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ ഐ ആം ഗെയിം. തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഐ ആം ഗെയിം. എടാ അതിങ്ങനെ പറയുമ്പോഴേ ഐ ആം ഗേ എന്ന് തോന്നുന്നുണ്ടല്ലേ ഈ പേരില്? പല 1-2 കമന്റ് തന്നെ കണ്ടു. അങ്ങനെ വന്നു. അതായത് ഗെയിം എന്നാണ് പറയുന്നത്, പക്ഷെ ഗേ എന്ന് പറയുന്നത് അങ്ങനെയാണ് കേൾക്കുന്നത്. എന്താണെങ്കിലും സിനിമേന്റെ സ്റ്റാർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് തുടങ്ങുന്നത് 17-ാം തീയതി. അതിനുശേഷം ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് ഷൂട്ട് മാറും. 15 മുതൽ 20 ദിവസം വരെ അവിടെ ഷൂട്ട് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. 900 ജൂനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കും. ക്രിക്കറ്റ് കളി തന്നെ. വെറുതെ ആണോ സ്റ്റിച്ച് ബോൾ കയ്യിൽ പിടിച്ചോണ്ട് സംഭവം? ഇപ്പോ ഇതെന്ത് ജോണർക്ക് ഇത് പോകുന്നത്? ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പൊ മാധവപ്പും പരിപാടിയും ഒക്കെ ഉണ്ടാവും. എല്ലാ സാധനം ഉണ്ടാവും. അതാണ് ആ സാധനം കോയിൻസ് ഒക്കെ കാണിച്ചിട്ടുള്ള സംഭവം ഉണ്ടായത്. കാസിനോ കോയിൻസ്. അപ്പൊ അവിടുത്തെ 2 രീതിയിലുള്ള ഗെയിമിന്റെ ഇത് തന്നെ ആയിരിക്കണം. അതിനകത്ത് വേറെ എന്തെങ്കിലും വെറൈറ്റി കൊണ്ടുവരുമെന്ന് അറിഞ്ഞൂടാ. ആളിനി വല്ല പ്ലെയറും ആണോ അതും പറയാൻ പറ്റില്ലല്ലോ. ഒന്നും അറിയില്ല, കണ്ടറിയാൻ തന്നെ. ഓക്കെ, അടുത്ത കിഴി വീരധീര സൂരൻ. SU അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. നമ്മുടെ വിക്രം നായകനാവുന്ന സിനിമ. എമ്പുരാൻ്റെ കൂടെ ക്ലാഷ് വെക്കാനാണ് തീരുമാനം. അതിനുള്ള പണി എമ്പുരാൻ തന്നിരിക്കും. പറയണ്ടല്ലേ, ഇവര് മനഃപൂർവ്വം ഇവര് എമ്പുരാന്റെ പുറകെ കൂടിയേക്കാണെന്നൊരു സംശയമുള്ളത്. അതാണ്. അതായത് ഇതിന്റെ ഓഡിയോ ലോഞ്ച് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ട്രailer ലോഞ്ചും പ്ലാൻ ചെയ്യുന്നുണ്ട്. ട്രailer പുറത്ത് വരുന്നത് 15-ാം തീയതിയാണ്. അതായത് നമ്മുടെ എമ്പുരാൻ സിനിമയുടെ ഒഫീഷ്യൽ ട്രailer അതിൻ്റെ ലോഞ്ചും പ്ലാൻ ചെയ്യുന്നത് ഈ 15-നാണ്. 17 എന്നുള്ളത് കേൾക്കുന്നുണ്ട്, പക്ഷേ 15-നാണ് കൂടുതലായിട്ട് കേൾക്കുന്നത്. അതെ. അപ്പോൾ രണ്ടും അതും
ഒരുപോലെ തന്നെ അതിനും ക്ലാഷ്, ട്രailerന് യൂട്യൂബിൽ ക്ലാഷ്. എന്തൊരു കഷ്ടം. അടുത്ത കിഴി. ഓക്കെ, എന്താണ് വരാനൊരു മടി? എന്ത് ചൂടില്ലാത്തതെന്ന്, വേർക്കുന്നില്ലല്ലോ. സൈഡിൽ കൂടെ ഗുഡ് ബാഡ് അഗ്ലി. ആ മൂന്നാമത്തേലപ്പം നിൽക്കുന്ന അവസ്ഥ അഗ്ലി. എന്റെ ദൈവമേ, സിനിമയുടെ ഫസ്റ്റ് സിംഗിൾ വരുന്നു. അതിന്റെ അനൗൺസ്മെന്റ് ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ. അയ്യോ, അടുത്ത കിഴി ഹൃദയപൂർവ്വം. ലാലേട്ടൻ നായകനാവുന്ന സിനിമയാണ്. സത്യനന്ദിക്കാടാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. സിനിമയുടെ 27 ദിവസത്തെ ഷൂട്ട് നടന്നു. 27 ദിവസം കംപ്ലീറ്റ് ആയോ? സിനിമയുടെ 27ാമത്തെ ദിവസത്തെ ഷൂട്ട് ഡേ 27. എന്ത് പെട്ടെന്നല്ലേ കടന്നു പോകുന്നത്. ഓക്കെ, എന്തായാലും ലൊക്കേഷൻ സ്റ്റിൽ ഇതാ കൊള്ളാലോ പരിപാടി. ഷൂട്ട് തുടങ്ങിയിട്ട് 27 ദിവസമായോ? അതാ ഞാനും ആലോചിക്കുന്നത്. ഷൂട്ട് തുടങ്ങിയിട്ട് 27 ദിവസമായോ? ഇനി ലാലേട്ടൻ ജോയിൻ ചെയ്യുന്നത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. അതിന് മുന്നേ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ടാവും ചിലപ്പോൾ. അതൊന്നും അല്ല സംഭവം. അതൊക്കെ പോട്ടെ, 2025 തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. 2 മാസമോ 2.5 മാസം? 2.5 മാസം കഴിഞ്ഞു. 2.5 മാസം ആകാൻ പോവാ. അതുള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെയാണോ അത് പിന്നെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കേട്ടോ, സത്യമായിട്ടുള്ള കാര്യം. അടുത്തത് പൊന്തൂവൽ വിനീത് അങ്കമാലി. ആളുടെ ചോദ്യം 2 പോയിന്റ്. ഇനി 2 കിഴി എടുത്താൽ വരണം ഒപ്പത്തിന് ഒപ്പാത്താൻ. അതിന് വിജയിന്റെ ഇനി 2 കിഴി ഇല്ല, അതിന് ഒന്നേ ഉള്ളൂ. അതും കൂടി എനിക്കാണെങ്കിൽ ഞാൻ ചോദ്യം ഇതാണ്. എന്റെ ചോദ്യം ആരാണ് ചോദിച്ചത്? വിനീത് അങ്കമാലി. ലാലേട്ടന്റെ അനൂപ് മേനോൻ മൂവി അനൗൺസ്മെന്റ് വന്നപ്പോൾ നിങ്ങൾ പോസ്റ്റ് ഇട്ടിരുന്നത് തേച്ചു എന്നാണ്. തേഞ്ഞു എന്നാണ്. അത് ഞാനിട്ടത്. ഞാൻ അതിനകത്തില്ല കേട്ടോ, ഞാൻ അതിനകത്ത് ആളല്ല. അത് എന്റർടൈൻമെന്റ് ഹേർട്ട് അല്ലെങ്കിൽ കമന്റ്സ് ഇതൊക്കെ വരുന്നത് ഇടുന്നത് ഞാനാണ്. എന്റർടൈൻമെന്റ് മാനേജർ ഇവനാണ്, ഞാനല്ല. ഓക്കെ, അപ്പോ ഞാനതിന് ഉത്തരം കൊടുക്കണല്ലേ? തീർച്ചയായിട്ടും കൊടുക്കണം. കിഴി കിട്ടിയത് ഇവനാണ്, പക്ഷെ ഉത്തരം നൽകേണ്ടത് ഞാനാണ്. അതിന്റെ ഉത്തരവാദിത്തം എനിക്കാണ്. അതായത് അതിന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു അനൗൺസ്മെന്റ് വന്നപ്പോൾ നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു വലിയ പ്രൊജക്റ്റിനൊക്കെ. ഇത് വലുതല്ല എന്നുള്ളതല്ല, പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് അനൂപ് മേനോൻ മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോൾ തോന്നിയത്. പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്നു, ശരിക്കും അങ്ങനെ നമ്മൾ തീരുമാനിക്കാൻ പാടില്ലല്ലോ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുൻപ്. അത് വളരെ തെറ്റൊരു കാര്യമാണ്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മറന്നു. എല്ലാ സിനിമകൾക്കും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി നമ്മൾ ഇറങ്ങുന്നതാണ്. പിന്നെ സിനിമ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവ് പറയുന്നത് പോലെയല്ലോ. അതിന് മുൻപ് നമ്മൾ ആൾറെഡി ഇത് മുൻകൂട്ടി കണ്ട പോലെ അത് വളരെ മോശമായി പോയി ഫീൽ ചെയ്തു. അത് തെറ്റായി തോന്നിയത് കൊണ്ടാട്ടോ അപ്പൊ തന്നെ മാറ്റി. അത് തന്നെയാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗ്യം ചോദ്യം വരുന്നത് ഇത് തന്നെയാണ്. പിന്നെ അത് മാറ്റി നെക്സ്റ്റ് എന്ന് ഇട്ടിരുന്നു. എന്താണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളതാണ്. ഇതാണ് സത്യാവസ്ഥ. ആദ്യം പെട്ടെന്ന് നമ്മുടെ ഉള്ളിലോട്ട് വന്നു, അയ്യോ ഇങ്ങനെ ആണല്ലോ, പക്ഷേ ഇങ്ങനെയാണോ ഡയറക്റ്റ് ചെയ്യാൻ പോണേന്നുള്ളതാണ്. അറിയാലോ ആള് ചെയ്തിട്ടുള്ള സിനിമകളെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം. എനിക്ക് ഡയറക്ഷന്റെ കാര്യത്തിലല്ലേ, അതിന്റെ സ്ക്രിപ്റ്റ്, പിന്നെ ആളുടെ കുറച്ച് ഫിലോസഫി പരിപാടിയൊക്കെ, അത് ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടല്ലോ അത്രക്ക് പ്രശ്നമായിരിക്കും. പിന്നെ അത് വരാതെ നല്ല രീതിയിലാണെങ്കിലും ഓക്കെയാണ്. ആ ഒരു സംഭവം പേടിച്ചിട്ട് പെട്ടെന്ന് ആ പേടി ഉള്ളിൽ വന്നതാണ് ആ ഇമോജി ഒക്കെ വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുമല്ലോ, അതായത് സംഭവം ഇതേ മൈൻഡ് അവർക്കും ഉണ്ടാവുമല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ. ഇങ്ങനത്തെ ഒരു സിനിമ ചെയ്യുമ്പോൾ ഈ ഫിലോസഫി പരിപാടിയൊന്നും ഇനി ഏൽക്കൂല, അത് മാറ്റും. മാറുന്ന കാലഘട്ടത്തിൽ ആ രീതിയിലുള്ള സിനിമകൾ ഒരുക്കണം. അപ്പോൾ അതിന് അവർക്കും കൂടി ബോധമുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള സിനിമയായിരിക്കും അത്. അപ്പോൾ നമ്മൾ നമ്മുടെ തെറ്റിദ്ധാരണ അങ്ങ് മാറ്റി വെച്ചു. പിന്നെ അതിനകത്ത് ഏറ്റവും പറ്റിയ സംഭവം അത്രേ ഉള്ളൂ. അത് മുൻകൂട്ടി നമ്മൾ ഒന്നിനെയും വിലയിരുത്താൻ പാടില്ലല്ലോ. അത് തെറ്റാണെന്ന് തോന്നിയത് കൊണ്ടാണ് അത് മാറ്റുകയും ചെയ്തത്. അപ്പോൾ അതിന് ഞാൻ എന്തായാലും സോറി പറയുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അത് വലിയ തെറ്റാണ്. അടുത്ത കിഴി എടുത്തു. പരാശക്തി. ഓക്കെ, ശിവകാർത്തികേയൻ നായകനാവുന്ന പരാശക്തി. അടുത്ത വിജയാണ്. അതൊക്കെ അടുത്ത വിജയ് എന്നുള്ളത് അതാവട്ടെ, അതാവുമ്പോലെ അതുവരെ അവിടെ നിൽക്കും. അപ്പൊ അതുവരെ ഈ കിഴി മത്സരം നമുക്ക് ജയിച്ചതായിട്ട് അവിടെ വെക്കണം. എവിടെ വെക്കണം? റിസൾട്ട് ആകുന്നത് വരെ. അത് ശരി, അവിടെ ഇങ്ങോട്ട്. ഓക്കെ, എന്തായാലും ശിവകാർത്തികേയൻ ശ്രീലങ്കയിലെത്തിയിട്ടുണ്ട്. അടുത്ത ഷെഡ്യൂൾ ശ്രീലങ്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. സീതാ കൊങ്കാരയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. സൂര്യ 43 എന്ന ടൈറ്റിൽ ചെയ്യേണ്ടിയിരുന്ന സിനിമയായിരുന്നത്. എന്താണ് ഈ സിനിമയുടെ പേര്? പരാശക്തി.
കുറച്ച് 15 ദിവസത്തെ ഷെഡ്യൂൾ ആണ് കഴിഞ്ഞിട്ടാണ് ഇപ്പം ശ്രീലങ്കയിൽ ഷൂട്ട് തുടങ്ങുന്നത് കേട്ടോ. ശ്രീലീലയാണ് നായിക. യെസ്. അടുത്തത് പിന്നെ വില്ലൻ നമ്മുടെ ജയരവിയുടെ പേരെന്താ? രവിമോഹൻ. വല്ലാത്ത നല്ല കാര്യം ഉണ്ടായിരുന്നു. ആ ജയന്തി തന്നെ വിളിച്ചു പോവാണെങ്കിൽ എന്ത് പെട്ടെന്ന് പറയാവുന്ന കാര്യമാണ്. നമ്മളെ അതായത് രവിമോഹൻ എന്നുള്ളതിന്റെ പ്രശ്നമല്ല, നമുക്ക് ഇങ്ങനെ ശീലമായതിന്റെ പ്രശ്നമാണ്. അതാണ്. അടുത്തത് പെണ്ണ് കേസ്. പെണ്ണ് കേസ് സിനിമയുടെ ഒരു പോസ്റ്റർ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ടുണ്ട്. നിഖില വിമൽ ആളുടെ ബർത്ത്ഡേ ആണെന്ന്. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മറ്റേ ഗെറ്റ്സ് ഇറ്റ് ബേബി കണ്ടപ്പം ഗെറ്റ്സ് ഇറ്റ് ബേബി തന്നെ അല്ലായിരുന്നോ? ഗെറ്റ്സ് ഇറ്റ് ബേബി കണ്ടപ്പം ഭയങ്കര ക്രഷ് അടിച്ചതാണ്. അതുകൊണ്ട് ഇന്നിപ്പം ബർത്ത്ഡേ വിഷ് ചെയ്യാൻ പറ്റി. ഇന്നലെയായിരുന്നു ബർത്ത്ഡേ. ഇന്നലെ ബർത്ത്ഡേ പോലും അറിയില്ലേ? എടാ എനിക്ക് ഇതിന് വലിയൊരു ഇതിനെ കുറിച്ച് എനിക്കൊരു വലിയൊരു പരിജ്ഞാനമില്ല. ഞാനിതിന് പിച്ച വെച്ച് വളർന്നു വരുന്നല്ലേ ഉള്ളൂ. നിന്റെ എത്രയൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ സെറ്റ് ആയിരിക്കും. 2 ദിവസം മുന്നേ ഞാൻ ബർത്ത്ഡേ വിഷസ് പറയും. അതിനു മുൻപ്. അപ്പോൾ അഡ്വാൻസ് ഒന്ന് ചേർക്കണേ. ഓക്കെ. എന്തായാലും നിഖില വിമൽ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ്. എന്തായാലും ഇതാണ്. കൊള്ളാല്ലേ? നൈസ്. അടിപൊളി. ഓക്കെ. അടുത്ത കിഴി ഒരു കോമഡി ഉണ്ട്. ലാസ്റ്റ് കിഴിയാ? ഇനി കിഴിയില്ല. എനിക്ക് ഇപ്പൊ തന്നെ മനസ്സിലായല്ലോ ഏതായിരിക്കും. ജനനായകൻ. എന്തായാലും എന്റെ മുത്ത് ചെറുക്കൻ അവിടെ വന്നതുകൊണ്ട് കേട്ടോ. വിനീത് അങ്കമാലിന്ന് വിനീത് വന്ന് ഇവനെ രക്ഷിച്ചു. പക്ഷെ വിജയ്ക്ക് പവർ ഉണ്ട്. ജനനായകൻ എന്നുള്ള ടൈറ്റിലും കൂടി ചേരുമ്പോ പവർ ഇല്ലാത്തതൊന്നുമില്ല. പക്ഷെ അല്ല, നിനക്കിപ്പോ ജനാധിപത്യം അതിന്റെ പേരിലാണ് നീ ഇപ്പൊ 2 പോയിന്റ്. ജനനായകൻ എന്ന് പറയുമ്പോ അതുകൊണ്ട് ജനനായകനാണല്ലേ. അപ്പൊ ജനങ്ങളുടെ നായകൻ എന്ന് പറയുമ്പോ ആ ആൾക്കാണ് പ്രാധാന്യം. ഇതിനകത്ത് വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇത് ഇനി എത്രയൊക്കെ പ്രാധാന്യം നീ തള്ളി കയറ്റാൻ നോക്കിയാലും കിഴിക്ക് ഒരു പോയിന്റ് ഉള്ളൂ കേട്ടല്ലോ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ 2-1 തോറ്റ്. സാരല്ല. ഇനി ജനനായകനെ കുറിച്ച് അപ്ഡേഷൻ പറഞ്ഞോളൂ. ജനനായകൻ സിനിമയുടെ ബിഗ് അപ്ഡേറ്റ് ഉണ്ട്. അതായത് ഇതിന്റെ ലേറ്റസ്റ്റ് ആയിട്ട് ഷൂട്ട് നടന്നത് ഒരു മാസീവായിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ആണെന്നുള്ളതാണ് കേട്ടത്. അതായത് ബോബി ഡിയോളുമായിട്ടുള്ള ഒരു ആക്ഷൻ രംഗം. ഇനി അടുത്തതായിട്ട് ഒരു സോങ് ആണ് ഷൂട്ട് ചെയ്യാനുള്ളത്. 5 സോങ്ങിൽ ഇനി ഒരൊറ്റ സോങ് കൂടി ഷൂട്ട് ചെയ്യാനുള്ളൂ. അതെ, എനിക്ക് തോന്നുന്നു ആ സോങ് ആയിരിക്കണം. മറ്റേ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റേ എവിടെ വെച്ചാൽ ഷൂട്ട് നടക്കുന്ന ഏതൊരു കോളേജില്, സത്യഭാമനെ. അതെ, സത്യഭാമ കോളേജിൽ. അതായിരിക്കും മിക്കവാറും അതായിരിക്കും സോങ്. ഒരു ക്യാമ്പസ് സോങ്ങോ. ഒരു മാപ്പ് പറഞ്ഞു, ഒരു തോൽവി, ജനപിന്തുണ. ഇവന് ഇന്നത്തെ കിഴി ഭയങ്കര പ്രശ്നം. മാത്രമല്ല എഡിറ്റ് ചെയ്യുന്നോടത്ത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഇത് വരാൻ സാധ്യത കാണുന്നുണ്ട്. വേട്ടാവളിയാണ് ഇതിലൂടെ ഓടിക്കുന്നത്. ഇവരൊരു തൊട്ടി കാക്ക കറന്ന് കരയാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഞങ്ങൾ ഈ ഡിസ്റ്റർബൻസ് ഒക്കെ മാറ്റിയിട്ടാണ് ഞങ്ങൾ സാധാരണ വീഡിയോ ചെയ്യാറുള്ളത്. ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ വരുന്നത്. ഞങ്ങളുടെ അവസ്ഥ കണ്ടോ, എണീറ്റ് ശരിക്കും പറഞ്ഞാൽ എണീറ്റ് ഓടിക്കാൻ പോലും തോന്നുന്നില്ല. ഇതൊന്ന് തീർത്താൽ മതി എന്നുള്ള കണ്ടീഷനിലോട്ട് പോയി. അപ്പോൾ പോവല്ലേ? അപ്പോൾ എന്തായാലും പോവുകയാണെങ്കിൽ ഈ എപ്പിസോഡ് തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.